ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല. നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമായിട്ടാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൻ്റെ റിസൾട്ട്സ് വന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ആർക്കാണ് ബെസ്റ്റ് ആക്ടർ കിട്ടിയത്? നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്കാണ്. അപ്പോൾ എല്ലാ മമ്മൂക്ക ഫാൻസിനെ ഒരു ഭയങ്കര സന്തോഷവും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളായിരിക്കും ഇത്. മമ്മൂക്കയ്ക്ക് ഇതിലപ്പുറത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും പിന്നെയും മമ്മൂക്കയ്ക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ബെസ്റ്റ് ആക്ടർ ആൻഡ് ബെസ്റ്റ് ഫിലിമും കിട്ടിയത് ആർക്കാണ്? നൻപകൽ നേരത്ത് മയക്കം. അത് മമ്മൂക്കയുടെ സിനിമ തന്നെയാണ്. അപ്പം എല്ലാം കൊണ്ടും നമുക്കൊക്കെ ഭയങ്കര ഇങ്ങനെ കോരിത്തിറപ്പും അങ്ങനെ എല്ലാവരും ഇന്നലെയൊക്കെ ഞാൻ കേട്ടപ്പോഴാണെങ്കിലും ഞാൻ വാസ് ലൈക്ക് അടിപൊളിയാണ്. മമ്മൂക്കൊക്കെ എന്തായാലും കിട്ടാനുള്ള ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളൊക്കെ നിങ്ങൾ നോക്കിയേ. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, പുഴു, ഇതൊക്കെ ഓരോരോ ജോണറാണ്. ഓരോരോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഏരിയ ആണ്. അപ്പോൾ എല്ലാ ഏരിയയിലും മമ്മൂക്ക അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി ഓൾസോ ബെസ്റ്റ് ആക്ട്രസ് വിൻസി അലോഷ്യസിനായിരുന്നു കിട്ടിയത്. പുള്ളിക്കാരിയുടെ ആക്ടിങ്ങും ഭയങ്കര നല്ലതാണ്. പുള്ളിക്കാരിക്കും ഭയങ്കര ഡിസേർവിംഗ് ആയിരുന്നു. രേഖ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്ത് കണ്ടൊരു സിനിമയായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയപ്പം. രേഖ എന്ന് പറയുന്ന സിനിമയിലെ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നതാണെങ്കിലും ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എനിക്കും ആ സിനിമ ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ അത്രയും തിയേറ്റർ ഷോസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും കൺഗ്രാറ്റ്സ് എല്ലാ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സിനും ഭയങ്കരമായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് കൺഗ്രാറ്റ്സ്. അപ്പം ഇന്ന് നമ്മളൊരു കട്ട മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ദ ഇൻഡോമിറ്റബിൾ തെസ്പിയൻ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ട്രിബ്യൂട്ട് വീഡിയോ റിയാക്ട് ചെയ്യാൻ പോവാണ്. ഞാനിതൊരു 20-30 തവണ എങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ മമ്മൂക്ക ഫാൻസ് കുറേ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇത് പ്ലേ ചെയ്യും. ഇതിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കാണും. ഭയങ്കര രസം. ആ സമയത്തൊക്കെ എനിക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രോമാഞ്ചൊക്കെ വരും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ട് പറയാറുള്ളൂ. മമ്മൂക്ക ഈസ് മമ്മൂക്ക. അപ്പം ഞാൻ ഓർത്തു അത് മാത്രമല്ല, എൻ്റെ മൂവി റിയാക്ഷൻസിൻ്റെ അടിയിൽ 2-3 പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡോമിറ്റബിൾ തെസ്പിയൻ റിയാക്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഇൻഡോമിറ്റബിൾ തെസ്പിയൻ റിയാക്ട് ചെയ്യാൻ പോകണം. ആ വീഡിയോ ഭയങ്കര വലുതാണ് കേട്ടോ. 10-10.5 മിനിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മെയിൻ പാർട്സാണ് കണ്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കം ഓൺ, ലെറ്റ്സ് ഗോ. കൺഗ്രാറ്റ്സ് മമ്മൂക്ക. ഈ കാണുന്നതല്ലവൻ, ഈ കാണിക്കുന്നതല്ലവൻ, പിന്നെ ആരാവൻ? മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെ. ഇന്നടുത്ത് ഒരുത്തൻ്റെ കയ്യിൽ തിരക്കഥയും കൊണ്ടു കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് പരീക്ഷിക്കാൻ തയ്യാറാണ്. ഇൻഡോമിറ്റബിൾ തെസ്പിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്രേവ് ആൻഡ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആളെന്നാണ്. ഒരിക്കലും തോന്നി കൊടുക്കുന്നില്ല അങ്ങനെ. ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ. അപ്പം ക്യാമറ സമയത്ത് ഹി ഡോമിനേറ്റ്സ് ഓഫ് മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും ആ ഭാഷകൾ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യുന്ന ഗ്രാമമാണ് നമുക്ക്. குமுதம் பத்திரிகை விமர்சனம். தமிழ் நடிகர்கள் டப்பிங் பேசுவது எப்படி என்று மலையாள நடிகர் மമ്മൂട്ടിயிடம் பாடம் கற்றது. ഇതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. മമ്മൂക്കയുടെ എല്ലാ ലാംഗ്വേജസിലും അഭിനയിച്ചിട്ടുണ്ട്. ആ എല്ലാ ലാംഗ്വേജസിലും ഡബ് ചെയ്യുന്നത് മമ്മൂക്ക തന്നെയായിരിക്കും. അത് എക്സെപ്ഷണൽ ആയിട്ടാണ് ഡബ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു മലയാളിയാണോ ഈ വേറെ ലാംഗ്വേജ് സംസാരിക്കുന്നത്, ഇറ്റ്സ് മമ്മൂക്ക എഴുതി എൻ്റെ ഒത്തിരി നമുക്ക് മനസ്സിലാവത്ത് കൂടുമില്ല. അതുപോലെ തന്നെ ഞാൻ മമ്മൂക്കയുടെ ഒരു സിനിമ പേരൻപ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. എൻ്റെ ദൈവമേ, മലയാള സിനിമയല്ല. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ടിന്യൂസ് കരച്ചിൽ വന്നുകൊണ്ടിരിക്കും. അതൊരു മോളും ഒരു മെൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോളും അപ്പനും തമ്മിലുള്ളൊരു റാപ്പോ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ മൂവിയാണ്. സോ അതിൻ്റെ അകത്തൊക്കെ ഡബ്ബിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെയൊക്കെ വരുന്നത്. എന്തിനും ബാക്കിയാണ്. శక్తి ಹೊರಗೆ ಆಗ್ಲೇ ಉಂಟು. ఏ పద్మశ్రీల కోసం త్యాగరాజ స్వామి అన్ని కీర్తనలు రాశారు. लोग अर्थी कांधे पर उठाते हैं, लेकिन मैं तेरा कफन कांधे पर लाया. Though I was born a Hindu, I solemnly assure you that I will not die as a Hindu. അച്ഛൻ, മോളുടെ അച്ഛൻ.
അവള് പോയടാ. അങ്ങനെ പറയരുത്. പെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 മുങ്ങിപ്പോയി. നല്ലവളാണമ്മേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ ഒത്തുവെച്ചുകൂടാ. பச்சைக்கல்லை உடையவர்களே, அதில் மொத்தத்துக்கும் கடவுளை கண்டுபிடிச்சிருக்கேன். ഷൂട്ടിങ്ങിന് പോവാണോ? ചേച്ചിയുടെ പടമായിരിക്കും. മൃഗയിലെ വാറുണ്ണി എന്ന കഥാപാത്രത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ആ കഥാപാത്രമായിട്ട് എങ്ങനെ എഴുതിത്തരാൻ കഴിയും എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ചയുള്ള നടന്മാരിൽ ഒരാളാണ് ശ്രീ മമ്മൂട്ടി. Film like Vidheyan and Kondanwada are both in the same year. That's a very difficult thing to do. എത്ര സിനിമ കണ്ടു? പാമരൻ, അടൂർ ഗോപാലകൃഷ്ണന്റെ ഫിലിം അല്ല, പ്രിയദർശനോട്. അപ്പൊ കോമഡി സബ്ജക്റ്റ് ആയിരിക്കും. ആക്ഷൻ. വേദനയ്ക്കുള്ള കോടീശ്വരൻ. വൈകിട്ട് 6:30 അവർ ചത്തുപോയി. നിശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് അവരുടെ 16 അണിന്തരമായിരുന്നു. വീഴ്ചക്കല്ല പരിപാടികൾ. മാറ്റുവിൻ ചട്ടുകങ്ങളെ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ പറിച്ചിടും. ഞാനൊരു സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ. എനിക്ക് പോലീസിനെ കണ്ട അലർജിയാ. എപ്പിടപ്പി എന്നോട് ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലോ. എല്ലാം കണ്ട കൂടും, പാലിലും കണ്ട കുറയും. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ പൗരുഷം പലപ്പോഴും എനിക്ക് കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷനായിട്ട് വരാറുണ്ട്. മമ്മൂട്ടി ഈസ് എ വെരി ഹാൻഡ്സം മാൻ. 80s തന്നെ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണ്. ഇവിടുത്തെ SI അമ്മായി അകത്ത് ഇരട്ട പറ്റിയെടുക്കാണെന്നില്ല. ഒന്ന് കാണണം. ആചാരപടിക്കുക ബെസ്റ്റ്. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണ് കൊടുക്കണം. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിരിപാടിന്റെ പേര് സംഘമെന്നല്ല. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു. ഭരിക്കാൻ നിനക്കും. പക്ഷേ ഇത് രണ്ടിനോട് ഈ മന്നാടിയാർക്ക് ഭയമില്ല. നീതിയും നിയമങ്ങളുമെല്ലാം മറികടക്കാൻ അനന്തമായ അവകാശങ്ങളും അധികാരങ്ങളും കൽപ്പിച്ചു കിട്ടിയ ജനങ്ങളുടെ പ്രതിപുരുഷൻ ചേട്ടത്തിനും പറഞ്ഞ നിന്റെ ചങ്കുളിയൻ പുറത്തു വരും. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. ക്ലിന്റ് ഈസ്റ്റ്വുഡാണ് നമ്മുടെ ഹീറോ. നമ്മൾ ഈ നാട്ടുഭാഷ, ദേശഭാഷാ പ്രയോഗങ്ങൾ കേരളത്തിൽ അനവധിയാണ്. കൾച്ചറൽ പോളിഗ്ലോട്ട്. കുട്ടിക്കാലം മുതൽ കാണാൻ കിട്ടേ ആര് പഠിക്കാൻ. കാസർഗോഡ് തൊട്ട് പോലത്തെ കുഞ്ഞു പിള്ളേർ തിരുവനന്തപുരത്ത് വരെ വാചികാഭിനയത്തിൽ പുതിയ അനുഭവം നൽകാൻ അദ്ദേഹത്തിന് കഴിയും. മേലേടത്ത് രാഘവനായർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസമില്ല. പക്ഷെ നെറുകേട് കാണിക്കില്ല. നിന്റെ പറമ്പിലെ തേങ്ങ ഇനി കണ്ണോണ്ട് നോക്കരുത്. അതിനിടയ്ക്ക് ഇവിടെ ഒരു വട്ടം ചാടി പിടിച്ചില്ല. ഇൻഷുറൻസിന്റെ പ്രശ്നം. അവിടെ കിഴക്കമ്മലയിൽ ഉണക്കപ്പറവാക്കുന്ന വയറ് ഉണ്ടായിരിക്കുമായിരിക്കും ഇല്ലയോ. ഞാൻ ജയിക്കാനായിട്ടൊരു കളിക്കാരി അതിൽ തന്റെ സപ്പോർട്ട് വേണം. സാറേ, ഞാൻ എന്റെ മകനെ പോലെ അവനെ കൊണ്ടു നടക്കുന്നു. കൊഞ്ഞു പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ കുടുംബം എന്റെ കയ്യിൽ നിന്ന് വീണു പോയത്. പുണ്യാളത്തിനോർത്ത് എന്റെ മാനം കിട്ടും. ഞാൻ ഈ ഹോട്ടലിൽ മൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ. എന്റെ മോൻ മരത്തുമെന്ന് വീണിട്ട് ചോര വന്ന് വണ്ടിയിലെത്തി. ഞാൻ ശരിക്കും ആസ്പത്രിക്ക് പോവാ. ഒന്ന് വിട്ടാണ്. നല്ല മണിച്ചിത്രം തവിട്ട് കായും പണവും മാത്രം പോരാ, തലയിടത്തെ വിവരം വേണം. എന്താ സുന്ദരിയാണോടാ? നീ അവിടെ മുട്ടി, ഞാൻ ഇവിടെ മുട്ടി. നിങ്ങളുടെ പൂർവികന്മാരാണ് നമ്മൾക്ക് മലയാള നാട്ടിൽ അറിയുന്നത്. ഇനി എന്നോട് കളിക്ക വന്നാൽ നിന്റെ വെട്ടി പീസാ. ഇത് എനിക്ക് സ്വന്തം വീട് തന്നെ. 15 വയസ്സിൽ കേരളം വന്നത്. വളരെയധികം ത്യാഗവും ഡെഡിക്കേഷനും കഠിനാധ്വാനവും കൊണ്ട് മാത്രമേ പരമോന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് തെളിയിച്ച ഒരു നാടാണ് മമ്മൂട്ടി.
പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാൻ. கூறியதேதான் திரும்பவும் சொல்லுகிறேன், மമ്മூட்டி சிறந்த நடிகர். സന്തോഷായി. അവ വന്നൂലോ, എനിക്കത് മതി. എടാ യൂസപ്പേ, വല്ലതും പിടികിട്ടിയ? ഭയങ്കര അർത്ഥമായതിനൊക്കെ. അമ്മച്ചി എൻ്റെ പൊന്നോ, ഇത് ഞാനൊരു 10-20 തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണുമ്പോൾ പിന്നെ ഞാനിരുന്ന് എന്നൊക്കെ പറഞ്ഞിരിക്കും. ഓണം വരുമ്പോൾ ഏതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഒരാളും കൂടെ ഉണ്ടല്ലോ, എനിക്കറിയാം ആരായിരുന്നു, ഒരു സെക്കൻഡ്, ലിൻഡോ കുര്യൻ. എക്സാക്ട്ലി. അപ്പോൾ ഇതുപോലെ ലിൻഡോ കൊറിയൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എങ്ങനെ പേര് മറന്നു പോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരൻ്റെ കുറേ എഡിറ്റ്സ് കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പുള്ളിയുടെ എഡിറ്റ്സ് എല്ലാം. മമ്മൂക്കയുടെ, ലാലേട്ടൻ്റെ, ടോവിനോൻ്റെ, അങ്ങനെ കുറേ പേരുടെ, പൃഥ്വിരാജിൻ്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും പ്ലേ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇൻഡോമിറ്റബിൾ തെസ്പിയൻ വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. എല്ലാവർക്കും പൊതുവെ ഒന്നും ഇല്ല, കാരണം മമ്മൂക്കയ്ക്ക് അല്ലേ കിട്ടുന്നത്. മമ്മൂക്കയ്ക്ക് എന്തായാലും വേർത്തിട്ടാണല്ലോ, ഡിസേർവിങ് ആണല്ലോ എന്നുള്ളതാണ്. അത്ഭുതമൊന്നും ഇല്ലല്ലോ ആർക്കും മമ്മൂക്കയ്ക്ക് കിട്ടിയതിനകത്ത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെ ട്രിബ്യൂട്ട് വീഡിയോ കണ്ട് ഞാൻ പിന്നെയും സങ്കടം വന്ന് രോമാഞ്ചൊക്കെ വന്നിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെയും കാണാം. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.